കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഭൂലോക വൈകുണ്ഠമായ ഈ ഗുരുവായൂരിൽ എല്ലാ ഭക്തന്മാർക്കും വന്ന് ദർശനം നടത്താം. ഒരു ദിവസമെങ്കിലും ഭജനം ഇരിക്കണം എന്നൊരു മോഹം പലർക്കും ഉണ്ടാകും. അങ്ങനെ നിങ്ങൾ ശ്രീ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ വന്ന് ഭജനമിരിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഭജനമിരിക്കുമ്പോൾ ശ്രീ ഗുരുവായൂരപ്പനെ നല്ല പോലെ വിചാരിച്ചു കഴിഞ്ഞാൽ, പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ആ ഭജനം കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ആ ഉണ്ണിക്കണ്ണനെയും കൊണ്ടുപോകാം. എങ്ങനെ ഭജിച്ചാൽ എന്ന് വെച്ചാൽ, ശ്രീ ഗുരുവായൂരപ്പൻ്റെ നിർമ്മാല്യ ദർശനം നടത്തുകയും, രാവിലെ 3 മണിക്കാണത്, ആ നിർമ്മാല്യ ദർശനം നടത്തി കഴിഞ്ഞ് ഒരു പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞ് നമ്മുടെ കൂത്തമ്പലത്തിൻ്റെ അടുത്ത് വന്നിരിക്കുകയും അവിടെ ഇരുന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭഗവാന്റെ കീർത്തനങ്ങൾ, ഹരിനാമകീർത്തനമാവാം, ജ്ഞാനപ്പാനയാവാം, നാരായണീയമാവാം, ഭാഗവതമാകാം, എന്തു തന്നെ ആയിക്കോട്ടെ, ഇതൊന്നും അറിയില്ലെങ്കിലും വെറും നാരായണ 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 എന്ന് ജപിച്ച് ഇരിക്കുകയും ചെയ്താൽ ആ കൂത്തമ്പലത്തിൻ്റെ പരിസരത്ത് ഇരുന്ന് ജപിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വൈബ്രേഷൻ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ഉണ്ണിക്കണ്ണൻ പണ്ട് കാലത്തല്ല ഇപ്പോഴും ഓടിക്കളിച്ച് നടക്കുന്ന ഒരു സ്ഥലമാണ് കൂത്തമ്പലം. ഈ കൂത്തമ്പലത്തിന് ഐതിഹ്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, പണ്ടുകാലത്ത് വില്ലുമംഗലം സ്വാമിയാർക്ക് ശ്രീ ഗുരുവായൂരപ്പൻ പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്നതാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഉടമയായ മാനവേദ രാജാവിന്, കോഴിക്കോട് സാമൂതിരി രാജാവിന് ശ്രീ ഗുരുവായൂരപ്പനെ കാണണം എന്നൊരു മോഹമുദിച്ചു. അദ്ദേഹത്തിന് മോഹമുദിച്ചപ്പോൾ വില്ലുമംഗലത്തിനോട് പറഞ്ഞു. വില്ലുമംഗലം പറഞ്ഞു, ഞാൻ ഉണ്ണിക്കണ്ണനോടൊന്ന് ചോദിക്കട്ടെ, അതിനുശേഷം മറുപടി തരാം എന്ന് പറഞ്ഞു. അങ്ങനെ വില്ലുമംഗലം സ്വാമിയാർ ഉണ്ണിക്കണ്ണനോട് പറയുകയും ഉണ്ണിക്കണ്ണൻ പറഞ്ഞു, ശരി, എന്നാൽ അദ്ദേഹത്തിന് ഞാൻ കാണാം എന്ന് പറയുകയും ചെയ്തു. വില്ലുമംഗലം സ്വാമിയാർ പറഞ്ഞു, അടുത്ത ദിവസം രാവിലെ ശിവേലി കഴിഞ്ഞാൽ ഈ കൂത്തമ്പലത്തിൻ്റെ സൈഡിൽ വെച്ച് നമുക്ക് കാണാം. പണ്ട് കാലത്ത് കൂത്തമ്പലമില്ല, അവിടെ ഒരു ഇലഞ്ഞി മരമായിരുന്നു. ആ ഇലഞ്ഞി മര ചുവട്ടിൽ വെച്ച് കാണാമെന്ന് പറയുകയും, അങ്ങനെ ആ സമയത്ത് വില്ലുമംഗലം സ്വാമിയാരും സാമൂതിരി രാജാവും ഒപ്പം അവിടെ വരികയും, അപ്പോൾ ആ ഇലഞ്ഞിമര ചുവട്ടിൽ വെച്ച് നമ്മുടെ ചെറിയ പൊന്നുണ്ണിക്കണ്ണനായി പട്ടുകോണകമെടുത്ത് ഒരു കണ്ണൻ ചിരട്ടയിൽ ആ ഇരഞ്ഞിപ്പൂവ് ഇട്ട് കളിക്കുകയാണ്. ആ കണ്ണൻ ചിരട്ടയ്ക്ക് ഓട്ടമുണ്ട്. ഓരോ പൂവ് ഇങ്ങനെ ഇടും തോറും ആ പൂവ് മുഴുവൻ നിലത്തേക്ക് ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞു മാറുന്നു. അങ്ങനെയുള്ളൊരു കുസൃതി കുടുക്കയായിട്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ വില്ലുമംഗലം സ്വാമിയാരും സാമൂതിരിപ്പാടും അവിടേക്ക് വരുന്നതും. വില്ലുമംഗലം സാമൂതിരിപ്പാടിനോട് പറയുകയും ആ രൂപം അദ്ദേഹത്തിന് കാണുകയും ചെയ്തു. ആ ഉണ്ണിക്കണ്ണനെ കണ്ടതോടുകൂടി സാമൂതിരിപ്പാട് സ്വയം മറന്ന് ആനന്ദത്തോടുകൂടി, ആഹ്ലാദത്തോടുകൂടി ആ പൊന്നുണ്ണിക്കണ്ണനെ കെട്ടിപ്പിടിക്കുവാൻ ഓടി വരികയും കെട്ടിപ്പിടിക്കുകയും ചെയ്തു. ആ കെട്ടിപ്പിടിച്ചപ്പോൾ ഉണ്ണിക്കണ്ണൻ പറഞ്ഞു, വില്ലുമംഗലം സ്വാമിയാരെ കെട്ടിപ്പിടിക്കാൻ പറഞ്ഞിട്ടില്ല, കാണിച്ചു തരാനേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുകയും കുതറി മാറുകയും ചെയ്തു. അങ്ങനെ കുതറി മാറിയ സമയത്ത് ആ ഉണ്ണിക്കണ്ണൻ്റെ ആ പീലി തിരുമുടി നമ്മുടെ മാനവേദ രാജാവിൻ്റെ കയ്യിൽ കിട്ടുകയും ചെയ്തു. ആ കൂത്തമ്പലത്തിൻ്റെ അന്നു നിന്നിരുന്ന ഇലഞ്ഞിമരം വെട്ടിയിട്ടാണ് അന്നത്തെ ആ കൂത്തമ്പലം അവിടെ ഉണ്ടാക്കിയത് എന്നും, അതിനുശേഷം പുനരുദ്ധാരണമെല്ലാം നടത്തിയപ്പോൾ തേക്കോട് കൂടിയിട്ടാക്കി ആ കൂത്തമ്പലം എന്നും, ഇപ്പോഴും ആ കൂത്തമ്പലവും പരിസരത്ത് നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഓടിക്കളിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പലർക്കും, പല ഭക്തന്മാരും അവർക്ക് അനുവേദ്യമായിട്ടുണ്ട്, അനുഭവപ്പെട്ടിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ, അവിടെ ഇരുന്ന് നാമം ചെല്ലുമ്പോൾ, അവിടെ ഇരിക്കുമ്പോൾ ചലിച്ച സമയത്തൊരു പാദസ്വരത്തിൻ്റെ കിലുക്കം കേൾക്കാമെന്നും ഒരു പുഞ്ചിരിയുടെ കിലുക്കം കേൾക്കാമെന്നും, അവിടെ ഇരുന്ന് ഭജിച്ച് വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക അനുഭൂതിയാണ്
ഒരു ഉണ്ണിക്കണ്ണൻ നമ്മുടെ ഒപ്പം ഉണ്ട് എന്ന് തോന്നുന്നു എന്നെല്ലാം പല ഭക്തന്മാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുമാതിരി നിങ്ങൾ ഭജിക്കാൻ വരുമ്പോൾ ആ കൂത്തമ്പല പരിസരത്തിരുന്ന് ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുവാൻ നിങ്ങൾ ശ്രമിക്കുക. എന്തു തന്നെയായാലും ഉറപ്പാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഭജനം നല്ല മനസ്സോടുകൂടി ഭജിച്ചു പോവുകയാണെങ്കിൽ ആ ഉണ്ണിക്കണ്ണൻ്റെ ഒരു കരസ്പർശം, ആ ഉണ്ണിക്കണ്ണൻ്റെ ഒരു തലോടൽ നിങ്ങൾക്ക് അനുഭവപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതിന് യാതൊരു സംശയവും വേണ്ട. ഗുരുവായൂരപ്പൻ്റെ ഭജനത്തിന് വരുമ്പോൾ 5 പൂജകളാണ് ഉള്ളത്. 5 പൂജകളും തൊഴേണ്ടതാണ്. 3 ശിവേലികളുണ്ട്. 3 ശിവേലികളും നമ്മൾ തൊഴേണ്ടതാണ്. ഗുരുവായൂരപ്പൻ്റെ പ്രസാദങ്ങളാണ് അന്നത്തെ ദിവസം മുഴുവൻ കഴിക്കേണ്ടത്. ഗുരുവായൂർ ദേവസ്വം ഭജനത്തിന് വരുന്നവർക്കും അല്ലാത്തവർക്കും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും അന്നദാനം കൊടുക്കുന്നുണ്ട്. അതിൽ നമുക്ക് പങ്കെടുക്കാം. പരമാവധി ആ ദിവസം മുഴുവൻ ക്ഷേത്രസങ്കേതത്തിൽ നിങ്ങൾ കഴിച്ചുകൂട്ടുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. രാത്രി അത്താഴപൂജയോടുകൂടി അത്താഴ ശിവേലി, ചുറ്റുവിളക്ക്, തൃപ്പുക എന്നീ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് അവസാനം തൃപ്പുകയുടെ ആ നെയ്യും കൂടി സേവിച്ച് ശ്രീ ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ചൊരു സാഷ്ടാംഗം നമസ്കാരം ചെയ്തിട്ട് വേണം നിങ്ങൾ തിരിച്ചു പോകുവാൻ. ആ തിരിച്ചു പോകുന്ന സമയത്തേക്കും നിങ്ങൾ നല്ല മനസ്സോട് കൂടിയിട്ടാണ്, നിങ്ങൾ പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് നിങ്ങൾ ഭജിച്ചതെങ്കിൽ ആ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഒരു കടാക്ഷം, ആ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഒരു തലോടൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാകും. അതുറപ്പാണ്. അപ്പോൾ കൂത്തമ്പലത്തിന്, ഗുരുവായൂർ കൂത്തമ്പലത്തിന് അത്രയും പ്രാധാന്യമേറിയതാണ്. സാധാരണ ദിവസങ്ങൾ നിങ്ങൾ തൊഴാൻ വരുമ്പോഴും ആ കൂത്തമ്പലത്തിലേക്കൊന്ന് നോക്കി ആ ഗുരുവായൂരപ്പനെ ഒന്ന് സ്മരിക്കുക. അവിടെ ഒരു കെടാവിളക്ക് കത്തിച്ചു വച്ചിട്ടുണ്ട്. ഇവിടുത്തെ കൂത്തമ്പലത്തിന് ഒന്നുകൂടി പ്രാധാന്യമുണ്ട്. വേദജപം ആ കൂത്തമ്പലത്തിൽ വെച്ചിട്ടാണ്. ചാക്യാർ കൂത്ത് നടത്തുന്നത് ആ ഭാഗത്ത് അവിടെ വെച്ചിട്ടാണ്. അപ്പോൾ ആ ചാക്യാർ കൂത്തൊക്കെ നടത്തി കഴിഞ്ഞാൽ ഒരു ഹനുമാൻ്റെ സാന്നിധ്യം കൂടി കൂത്തമ്പലത്തിലുണ്ടാകും എന്നാണ് പറയുന്നത്. ആ കൂത്തമ്പലത്തിന് അത്രയും പ്രത്യേകത ഉണ്ട്. വേറെ അമ്പലങ്ങളിലും പല അമ്പലങ്ങളിലും കൂത്തമ്പലം ഉണ്ടാവും. ഗുരുവായൂർ കൂത്തമ്പലത്തിന് പ്രത്യേകതയാണ്. പിന്നെ ഈ ഗുരുവായൂർ കൂത്തമ്പലത്തിന് വേറൊരു ചെറിയൊരു പ്രത്യേകത കൂടിയുണ്ട്. ആ ഉത്തരത്തിന് മുകളിൽ വലിയൊരു പലക വെച്ചിട്ടുണ്ട്. ആ പലക ആ ഉത്തരത്തിൻ്റെ മുകളിൽ നിന്ന് മുറിക്കാതെ ഇറക്കുവാൻ പറ്റുന്ന തച്ചന്മാരുണ്ടെങ്കിൽ ഈ കൂത്തമ്പലത്തിൻ്റെ കണക്ക് അവർക്ക് മനസ്സിലാവും എന്നാണ് പറയുന്നത്. പല ആൾക്കാരും തച്ചന്മാരും അത് ഇറക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് കേട്ടു. പക്ഷേ ആർക്കും ഇറക്കുവാൻ പറ്റിയിട്ടില്ല. ഇതെല്ലാം കേട്ടുകേൾവിയാണ്, പഴമക്കാർ പറഞ്ഞു കേട്ടതാണ്. ഇപ്പോഴും നിങ്ങൾക്ക് കൂത്തമ്പലത്തിൽ വന്ന് നോക്കിയാൽ ആ ഉത്തരത്തിൻ്റെ മുകളിലൊരു പലകയുള്ളത് നിങ്ങൾക്ക് കാണാം. അത്രയും മനോഹരമായിട്ടാണ് ഗുരുവായൂരപ്പൻ്റെ കൂത്തമ്പലം ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഗുരുവായൂർ ഭജനത്തിന് വരുമ്പോൾ ഈ കൂത്തമ്പലത്തിൻ്റെ പരിസരത്തിരുന്ന് നാമം ചൊല്ലുവാനും ഭഗവാനെ പ്രാർത്ഥിക്കുവാനും ശ്രമിക്കുക. ഭജനം കഴിഞ്ഞ് നിങ്ങൾക്ക് പോകുമ്പോൾ ആ ഉണ്ണിക്കണ്ണനെയും നിങ്ങൾക്ക് കൊണ്ടുപോകാം. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. ശ്രീ ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പറയുന്നു. ഹരേ ഗുരുവായൂരപ്പ ശരണം.